ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിപ്പ ബാധിച്ച് ഒരു 14 വയസ്സുള്ള ഒരു കൊച്ചു മരിച്ചു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത്. അതായത് ഈ നിപ്പ ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമേയൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മറ്റ് പല അസുഖങ്ങളുടെ ഒരു സ്വഭാവമൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കത്തില്ല ആദ്യമേ ആകുമ്പോൾ. പിന്നെ കുറച്ച് കേസസ് ഒക്കെ വന്നു കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇതാണോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ അവരതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പം അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. ഇപ്പം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. 14 വയസ്സുള്ള ഒരു കൊച്ച്, അത് കോഴിക്കോടാണ്, നിപ്പ ബാധിച്ചു. ഗുരുതരമായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ ആ കൊച്ച് മരിച്ചു. അപ്പോൾ ഈ നിപ്പ പകർത്തുന്നത് വവ്വാലാണല്ലോ. വവ്വാല് കടിച്ചിട്ടുള്ള ഭക്ഷണം, അതായത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സിൽ നിന്ന് ആണ് ആ ഫ്രൂട്ട്സ്, ഇപ്പം വവ്വാൽ കടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വവ്വാൽ വന്നിരുന്നിട്ടുള്ളതോ അതിൻ്റെ ശരീരത്തിലുള്ള ഈ അണുക്കൾ പറ്റിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നിപ്പ വൈറസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് അനുകൂലമായ കാര്യങ്ങളെന്ന് പറയുന്നത് കാലാവസ്ഥ ഒരു കാരണമാണ്. പിന്നെ എന്നതാ, ഇത് ഈ ഓരോ ഏരിയ കേന്ദ്രീകരിച്ചാണല്ലോ. അപ്പോൾ ആ ഏരിയയിലെ കാലാവസ്ഥ, അവരുടെ പരിസ്ഥിതി, ഇതൊക്കെ അനുകൂലമായി വരുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വവ്വാലുകൾ അതിൻ്റെ ശരീരത്ത് ഈ അണുക്കൾ പെരുകുകയും, അപ്പോൾ ആ വവ്വാലുകൾ ഈ കടിച്ച ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടമോ ഒക്കെ പറ്റിയ ഫ്രൂട്ട്സുകൾ നമ്മൾ നല്ല വൃത്തിയായി കഴുകാതെ, അതായത് നല്ല രീതിയിൽ കഴുകാതെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും വവ്വാൽ കടിച്ചതാണ്, എന്തെങ്കിലും മാർക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അത് എങ്ങനെ, അത് നല്ല ഏത് ഫ്രൂട്ട്സ് ആണേലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ, ഈവൻ നമ്മുടെ തോട്ടത്തിലുണ്ടായതാണേ പോലും നമുക്കറിയത്തില്ലല്ലോ ഇപ്പം ഏതൊക്കെ പക്ഷികളാണ്, ഏതൊക്കെ വവ്വാലുകളോ എന്തൊക്കെ വന്നിരുന്നോ കടിച്ച് അതിൽ വന്നിരുന്നാൽ തന്നെ മതി, അതിൻ്റെ ദേഹത്ത് നിന്ന് കാഷ്ടത്തിൽ നിന്നൊക്കെ വരുന്ന അണുക്കൾ അതിൻ്റെ ശരീരത്തിലെ കാലിലൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സിലൊക്കെ പറ്റും. അപ്പോൾ അതിനനുസൃതമായി നമ്മൾ ഒരു ഫ്രൂട്ട്സും നന്നായിട്ട് വാഷ് ചെയ്യാതെ കഴിക്കരുത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴാണെങ്കിലും നമുക്ക് ധാരാളം അസുഖങ്ങൾ തടയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹാൻഡ് വാഷ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്ത് സാധനമാണെങ്കിലും കഴിക്കുന്നതിന് മുന്നേ കൈ നല്ലതുപോലെ വാഷ് ചെയ്യണം. സോപ്പും വെള്ളം ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ, അതായത് ഒരു 20 സെക്കൻഡ് എടുത്ത് നല്ലപോലെ കൈയുടെ അകവും പുറവും വിരലുകളും എല്ലാം നന്നായിട്ട് തിരുമ്മി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, രോഗങ്ങളെല്ലാം തടയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ UK ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ ഒരു പേഷ്യൻറ്റിനെ അടുത്ത് പോയിട്ട് ഒരു 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അനുവാദമുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ ഹാൻഡ് ജെൽ ഉപയോഗിക്കണം. ഇപ്പോൾ വിസിബിളി ക്ലീൻ ആയിട്ടുള്ള ഹാൻഡ് ആണെങ്കിൽ നമുക്ക് ഹാൻഡ് ജെൽ ഉപയോഗിച്ച് നല്ലോണം റബ്ബ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പരമാവധി ഹാൻഡ് വാഷ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു പ്രതിരോധം, അസുഖങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധത്തിന് ഹാൻഡ് വാഷിങ് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി ആൾക്കാർ അശ്രദ്ധമായിട്ട് ഇപ്പം വെളിയിലൊക്കെ പോയിട്ട് വന്നാലും അല്ലെങ്കിൽ വെളിയിലൂടെ നമ്മൾ നടക്കുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയ സാധനം എന്തെങ്കിലും കഴിക്കുവാണെങ്കിലും, ഈവൻ ഒരു ബിസ്ക്കറ്റ് ആണേൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ കയറി എന്തെങ്കിലും പരിപ്പോട ബോണ്ട അങ്ങനത്തെ ചെറുകടികൾ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കൈ നല്ലപോലെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഹാൻഡ് വാഷ് ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ഒത്തിരി അസുഖങ്ങളും നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിപ്പ വൈറസ് ആദ്യമായി കണ്ടത് മലേഷ്യയിലെ സുങ്ഹായ് നിപ്പ എന്ന ഒരു ഏരിയയിലാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു പേരാണ്, അതുകൊണ്ടാണ് അതിന് നിപ്പ വൈറസ് എന്ന് പേര് കിട്ടിയത് തന്നെ. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല ഈ വൈറസ് ഉള്ളത്, ഈ അസുഖം ഉള്ളത്. ഇത് മറ്റ് പുറം രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് വന്നത് തന്നെ. അപ്പോൾ ഇനി ഫ്രൂട്ട്സൊക്കെ എല്ലാവരും കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഏരിയയിൽ, കോഴിക്കോട് ഏരിയയിലാണ് ഇതുണ്ടായിരിക്കുന്നത്, ആ ഏരിയയിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. എന്നാലും
എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കടയിൽ നിന്നാണെങ്കിലും വാങ്ങിക്കഴിയുമ്പോൾ അത് വിനെഗർ ശരിക്കും ഒരു 30 ml വിനെഗർ ഒഴിച്ച് ഒരു വെള്ളത്തിൽ ഫ്രൂട്ട്സ് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്ന് അത് കഴിഞ്ഞ് ഒരു നല്ലപോലെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ വവ്വാൽ കടിച്ചത് എന്തെങ്കിലും മാർക്കൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് കഴിക്കാതിരിക്കുക. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ആണെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്കൂളിലും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കണം. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഇപ്പം ഫ്രൂട്ട്സ് കാര്യങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വാഷ് ചെയ്യാനൊന്നും നോക്കത്തില്ല അല്ലേ. അപ്പോൾ വെളിയിൽ നിന്നുള്ള അങ്ങനെ വാഷ് ചെയ്യാത്ത ഫ്രൂട്ട്സുകൾ മരങ്ങളിൽ നിന്ന്, ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള മരങ്ങളൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒന്നും കഴിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി നമ്മൾ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ശരിക്കും അതുപോലെ ഹാൻഡ് ഹൈജീനെ കുറിച്ച് നമ്മൾ സ്കൂളുകളിൽ കൂടെ തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ അങ്ങനെയുള്ള അത് പഠിത്തത്തിൽ അതിങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് ഒന്നും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഹാൻഡ് ഹൈജീന് നമ്മൾ സ്കൂളിലൊരു ടോപ്പിക്കായിട്ട് ഇപ്പം ഒരു വിഷയമായിട്ട് എടുത്തുന്നില്ല, അത് അതിനകത്ത് ഒരു പീരീഡെങ്കിലും അതിനെക്കുറിച്ചുള്ള ഓരോ ക്ലാസ്സിലും ഓരോ ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനകരമായിരിക്കും. ഇപ്പം ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഒത്തിരി ഇൻഫെക്ഷൻസൊക്കെ അതുകൊണ്ട് തടയാൻ പറ്റും. അതായത് കൈ നല്ലപോലെ 2 സെക്കൻഡ് 3 സെക്കൻഡ് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അതായത് 20 സെക്കൻഡ് എടുത്ത് കൈയുടെ അകവും പുറവും വിരലുകളും വിരലുടെ അറ്റം ഇങ്ങനെയുള്ള എല്ലാവരും കേന്ദ്രീകരിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് സോപ്പ് ഇട്ട് റണ്ണിങ് വാട്ടറിൽ കഴുകണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് തന്നെ കുട്ടികൾക്കാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. ഇപ്പോൾ ഇതെങ്ങനെ പകരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ കേസ് ശരിക്കും വരുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കാണ്. അതായത് ഈ വവ്വാല് കടിച്ച അല്ലെങ്കിൽ വവ്വാലിൻ്റെ ആയിട്ട് കോണ്ടാക്റ്റ് വന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വവ്വാലിൻ്റെ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വന്ന ഫ്രൂട്ട്സ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വഴിയാണ്, മനുഷ്യരുടെ ശരീരത്തിൽ എത്തുന്നത് വഴിയാണ് ഇത് മനുഷ്യരിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരിൽ നിന്ന് അവരുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നവർക്ക് അവരിൽ നിന്ന് ഈ പകരുന്നതാണ് മറ്റു ആൾക്കാരിലേക്ക്. അപ്പോൾ ഇത് ആദ്യം വരുന്ന മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, പിന്നെ മനുഷ്യരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പേഷ്യൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നവർ അവരെത്ര നാളത്താണെന്നാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ള അടുത്ത കാര്യം. അതായത് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇപ്പം മരണപ്പെട്ട കുട്ടിയാണെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് വന്നവർ ഇപ്പോൾ അവർ 14 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത. 14 ദിവസം വരെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞ് 5 ദിവസം മുതലാണ് ഇത് നമുക്ക് ഈ അസുഖം അതായത് പ്രകടമാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ 5 ദിവസം 6 ദിവസം അങ്ങനെ 14 ദിവസം വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പിന്നെ വരത്തില്ല. അപ്പോൾ അവർക്ക് പിന്നെ ഐസൊലേഷനൊക്കെ മാറാം. പക്ഷേ ഇപ്പം ലക്ഷണങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരും. അതുകൊണ്ടാണ് നമ്മൾ ഐസൊലേഷൻ ഈ രോഗിയുമായിട്ട് കോണ്ടാക്റ്റ് വന്നവർ 14 ദിവസം ഐസൊലേഷനിൽ ഇരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും നമുക്ക് അറിയാമല്ലോ, അങ്ങനെ ഭയങ്കരമായിട്ട് ഐസൊലേഷനും കാര്യങ്ങളല്ലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ രോഗിയുമായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ 14 ദിവസമെങ്കിലും ഇരിക്കണം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഇപ്പോൾ ഈ അസുഖമുള്ള ഏരിയയിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും പനിയോ ചുമയോ തുമ്മലോ അങ്ങനെയുള്ള ലക്ഷണമുള്ള ആൾക്കാരുടെ ആയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ളവർ മാസ്ക് ഉപയോഗിക്കുക, N95 മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ, ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനൊരു ഗുണകരമായിരിക്കും. അപ്പോൾ പലർക്കും ഇതിനെക്കുറിച്ചൊക്കെ സംശയം ഉണ്ടായിരിക്കും. ഇതിനെക്കുറിച്ച് 100% എന്നുള്ള അറിവൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരോടും നമുക്ക് പൊതുവായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, കുട്ടികളിലൊക്കെ ആണെങ്കിലും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.